അരിപ്പൊടിയൊക്കെ ഇപ്പം ആരുടെ വീട്ടിലല്ലേ ഉണ്ടാവാതിരിക്കുക? ഇനിയിപ്പോ ഇല്ലെങ്കിൽ പോലും ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി വെച്ചിട്ടും ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഐസ്ക്രീം നമുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ. അപ്പൊ ഞാനിപ്പോ ഇവിടെ അരിപ്പൊടിയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഈ ഒരു ഐസ്ക്രീം ഇടക്കിടക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ ഇതിലേക്ക് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിൽ ഐസ്ക്രീം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു കടയിൽ നിന്ന് വാങ്ങുന്ന ഒരു ഐസ്ക്രീം പോലെ ഉണ്ടാവുക. അരിപ്പൊടി വെച്ചിട്ടാണ് ഇത് ചെയ്തത് നമ്മൾ കഴിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് തോന്നൂല കേട്ടോ. അപ്പൊ ഞാൻ അരിപ്പൊടി ഇല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾ കണ്ടില്ലേ, ഒരു 1/2 കിലോ അരിപ്പൊടി കടയിൽ നിന്ന് വാങ്ങിക്കാണ്. അപ്പൊ അരിപ്പൊടി ഇല്ലാത്തവരൊക്കെ കടയിൽ പോയിട്ട് ഒരു 1/2 കിലോ വാങ്ങിയാലും നമുക്ക് ഇഷ്ടം പോലെ ഈ ഒരു ഐസ്ക്രീം 2 ടേബിൾ സ്പൂൺ പൊടി വെച്ചിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പൊ ആ ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ആ ഒരു പഞ്ചസാര അരിപ്പൊടിയും കൂടെ ഏകദേശം ഒരു 2 സ്പൂണ് അരിപ്പൊടിയിലേക്ക് ഒരു 1.5 ഗ്ലാസിന്റെ അടുത്ത് വെള്ളം വേണ്ടി വരും കേട്ടോ. അപ്പൊ ഞാൻ കുറച്ചൊരു വലുപ്പമുള്ള ജ്യൂസ് ഗ്ലാസ്സിലാണ് എടുക്കുന്നത്. അപ്പോൾ അതിലൊരു 300 ഗ്രാം വെള്ളമൊക്കെ കൊള്ളും. നമ്മൾ സാധാരണ ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഗ്ലാസ് ഒരു 200 ഗ്രാം ഒക്കെ അല്ലേ കൊള്ളുള്ളൂ. അപ്പൊ അതിനൊരു 1.5 ഗ്ലാസ് വെള്ളം എടുത്താൽ കറക്റ്റ് അളവായിട്ട് തന്നെ കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഇതിൽ കുറച്ചൊന്ന് വെള്ളം കൂടി വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഏതായാലും ഇത് നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു ലേശം വാനില എസൻസ്. അപ്പോൾ വാനില എസൻസ് ഒന്നും ഇപ്പം എപ്പോഴും നമ്മളെ വീട്ടിൽ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക, കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താലും മതിയാവും. അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുകയാണ് ചെയ്യണത്. ഒരുപാട് കുറുക്കണ്ട, ഒന്ന് തിളച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും ഇത് അത്യാവശ്യം കുറുകിയിട്ട് വരും. ആ ഒരു ടൈമിൽ നമുക്ക് ഒന്ന് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് എടുത്ത് വെച്ചാൽ തന്നെ ഇത് തണുക്കുന്ന സമയത്ത് കുറച്ചൊരു തിക്കായിട്ടുള്ള കട്ട പോലെ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഒരുപാട് സമയം ഇളക്കാനും നിൽക്കണ്ട. ഈ കൊടും ചൂടില് ഇതുപോലുള്ള ഐസ്ക്രീമൊക്കെ നമ്മളെ വീട്ടിൽ അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയൊക്കെ വെച്ചിട്ട്, വെറും അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും വെച്ചിട്ടല്ല, പക്ഷെ അതിലേക്ക് ചേർക്കേണ്ടതൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കി കുട്ടികൾക്കായാലും നമുക്കായാലും ഒക്കെ കഴിക്കുമ്പോൾ നല്ലൊരു ആശ്വാസമായിരിക്കും. കാരണം അത്രക്കും ചൂടാണ്. ഈ ഒരു ചൂട് സമയത്ത് തന്നെയല്ലേ നമുക്ക് ഇതുപോലുള്ള ഐസ്ക്രീമും ഒക്കെ വേണ്ടത്. അപ്പോൾ ഈ ഒരു സമയത്ത് കടയിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ കെമിക്കൽ ചേർത്തിട്ടുള്ള ഐസ്ക്രീം ഒക്കെ വാങ്ങി കഴിക്കുന്നതിനേക്കാളൊക്കെ നല്ലത് വീട്ടിൽ ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കും നന്ന്, അതുപോലെ തന്നെ നമുക്ക് പോക്കറ്റ് കാലിയാവുന്നതിനും ഒക്കെ നല്ലതാണ്. ഇഷ്ടം പോലെ കഴിക്കുകയും ചെയ്യുക, മതിവരോളം കഴിക്കുക. നമ്മൾ ഏതൊരു കടയിൽ പോയിട്ട് നമ്മൾ വാങ്ങുകയാണെങ്കിലും നമുക്ക് എന്തായാലും നമ്മളെ പൂതി തീരോളം കഴിക്കാൻ അത് ഉണ്ടാവില്ല. എന്നാലും നമുക്ക് പേടിയാണ് അതിന് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ. അപ്പോൾ ഏതായാലും ഇത് ഉണ്ടാക്കിക്കോളിട്ടോ. ഞാൻ ആ അരിപ്പൊടി നന്നായിട്ടൊന്ന് കുറുക്കിയെടുത്ത് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ചൂടാറി വന്നിട്ടുണ്ട്. ആ ചൂടാറിയ സമയത്ത് എന്ത് ചെയ്യുക, നല്ല കട്ടായി നിൽക്കും. അപ്പോൾ ആ ഒരു കട്ടായി നിൽക്കുമ്പം തന്നെ നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല കട്ടയാണ് വിചാരിച്ചാണ്ട് വെള്ളമൊന്നും ഒഴിക്കേണ്ട. അതൊന്ന് അടിയുമ്പോഴേക്കും അത് നല്ല കുറച്ചൊരു ലൂസായിട്ട് ഒരു വിപ്പിംഗ് ക്രീമിൻ്റെ ഒക്കെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് അടിച്ചതിന് ശേഷം ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഞാൻ ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ നമ്മളിപ്പോൾ വീട്ടിൽ വെച്ചിട്ട് ഐസ്ക്രീം ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ഒക്കെ ചേർക്കുമ്പോൾ എന്താ അറിയോ, ഒരുപാട് ഐസ്ക്രീം ആവും ചെയ്യും. എന്നാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു ഐസ്ക്രീമിനേക്കാളും രുചി ഉണ്ടാവുകയും ചെയ്യും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു പൈസക്ക് ചിലവൊന്നുമില്ല. ഒരു 1/2 ലിറ്ററിൻ്റെ വിപ്പിംഗ് ക്രീമൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു പൈസ ഇല്ലാനും നമുക്ക് ഒരുപാട് ഐസ്ക്രീം ഉണ്ടാക്കുകയും ചെയ്യാം. ഇപ്പം ഞാനൊരു വിപ്പിംഗ് ക്രീമിൻ്റെ പാക്കറ്റ് വാങ്ങിയിട്ട് കുറച്ച് മാത്രമേ ഇപ്പോൾ ഈ ഒരു വിപ്പിംഗ് ക്രീം എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതന്നെ നമ്മൾ വിപ്പ് ചെയ്ത് വരുമ്പോൾ ഒരുപാട് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ബീറ്ററൊന്നും കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ആരും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. മിക്സിൻ്റെ ജാറുണ്ടല്ലോ, അതിൽ നല്ല വിപ്പിംഗ് ക്രീം നമ്മളെപ്പോഴും വിപ്പ് ചെയ്യുമ്പോൾ നന്നായിട്ട് തണുക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു നല്ല ഫ്രിഡ്ജിൽ നിന്ന് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ആ വിപ്പിംഗ് ക്രീം മിക്സിൻ്റെ ജാറിലിട്ടിട്ട് കുറച്ച് സമയം ഒന്ന് കറക്കുമ്പോഴേക്കും നന്നായിട്ട് തന്നെ തിക്കായിട്ട് വിപ്പായിട്ട് വരും. അപ്പോൾ അങ്ങനെ ബീറ്ററില്ലാത്തവർ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ ഒന്ന് വിസ്ക് ഫോർക്ക് കൊണ്ടോ ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്താലും ഇങ്ങനെ ഇതാവുമ്പോൾ അത് കുറച്ചൊക്കെ ഒരു
വിപ്പായിട്ട് വരും. പക്ഷെ അതിനേക്കാളൊക്കെ നല്ലത് മിക്സിയാണ്. ഞാൻ ഏതായാലും എൻ്റെ കയ്യിൽ ഇപ്പം ബീറ്റർ ഉണ്ട്. അപ്പോൾ പിന്നെ മിക്സിയിൽ ഒന്നായിട്ട് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ഒരു ബീറ്റർ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഇത് നന്നായിട്ട് അത്യാവശ്യം വിപ്പായി വരുന്ന സമയത്ത് നമ്മളിങ്ങനെ ഉണ്ടാക്കി വെച്ച് മിക്സിൻ്റെ ജാറിലിട്ട് അടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ക്രീം ഉണ്ടല്ലോ, അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതാ ഒന്നും കൂടെ നന്നായിട്ടൊന്ന് വിപ്പ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഋതു ആണ് ഇതൊക്കെ മുന്നിൽ നിൽക്കുന്നത്. ഓളാണ് ഇപ്പോൾ ഇത് അടിച്ചെടുക്കണമൊക്കെ. കാരണം എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും ഇതുപോലെ കുട്ടികൾ സ്കൂളൊക്കെ പൂട്ടി കുറേയൊക്കെ മാവിൻ്റെ ചുവട്ടിലും അവിടെയും ഇവിടെ ഒക്കെ നടന്നാലും എന്നാലും മാങ്ങൊക്കെ കിട്ടിയാലും എങ്ങനെയാണെങ്കിലും ഈ ഒരു വേനൽക്കാലത്ത് ഓൽക്കൊക്കെ ഐസ്ക്രീമൊക്കെ ഒരുപാട് ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇനി വേറെ ഒന്നും ചിന്തിക്കണ്ട. എന്ത് ചെയ്യുക, ഈ നമ്മൾ ഒരുപാട് ഷോർട്സും അതൊക്കെ ഇങ്ങനെ കണ്ട് ഫോണും കണ്ട് കുത്തിയിരിക്കുന്ന സമയത്ത് കുറച്ച് സമയം ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ വലിയൊരു പണിയൊന്നുമില്ല. നിങ്ങൾ കണ്ടില്ലേ, കുറച്ച് സമയം ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ ഇനിയിപ്പോൾ കുട്ടികൾക്ക് നമ്മളിപ്പോൾ കടയിലൊക്കെ പോയിട്ട് എന്ത് വാങ്ങി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് മാത്രം വാങ്ങി കൊടുക്കുക. നമ്മൾ ഇഷ്ടമൊക്കെ ഉണ്ടാവുന്നല്ല, നമ്മൾ വാങ്ങൂല്ല കഴിക്കൂല. പക്ഷെ ഇത് നമ്മൾ വീട്ടിൽ വെച്ചിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കുട്ടികൾക്ക് കൊടുക്കുന്ന അതേപോലെ തന്നെ നമുക്ക് ഇഷ്ടം പോലെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഐസ്ക്രീം പറ്റും. അപ്പോൾ ഏത് ഫ്ലേവറിലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പ്രത്യേകിച്ചൊരു വലിയ വിലപിടിപ്പുള്ള സാധനങ്ങളോ ഫ്രൂട്ട്സോ ചേർത്തിട്ടൊന്നുമല്ല കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യമൊക്കെ വിപ്പായിട്ടുണ്ട്. ഒരുപാട് വിപ്പാവേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ കേക്കിന് ഫ്ലവർ വരക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ലല്ലോ. കേക്കിന്മേൽ നമ്മൾ കേക്ക് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഐസിങ് ചെയ്യാനും ഡെക്കറേഷൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നന്നായിട്ട് വിപ്പാക്കി എടുക്കേണ്ടി വരും. കാരണം അങ്ങനെയാണ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യേണ്ടത്. പക്ഷേ നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുമ്പം ഒരുപാട് അങ്ങോട്ട് ബീറ്റ് ആണെന്നൊന്നുമില്ല കേട്ടോ. അപ്പം ഞാനിതാ ബീറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, ഇതുപോലുള്ള 2 ബൗളിലേക്ക് മാറ്റണം. നമുക്ക് 2 ബൗളിലേക്ക് മാറ്റണ്ട, ഇതുപോലെ ഇതാ ഞാൻ ഈ ഒരു ഫ്ലേവറിലായിട്ട് ഉണ്ടാക്കണത്. നമ്മളെ ഇത് ടൈഗറിൻ്റെ സ്ട്രോബെറി എസൻസ് ആണ്. ഇത് ഒരു ലേശം ഇറ്റിച്ചിട്ട് ആ ഒരു കളറും വൈറ്റും രണ്ടും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ. അപ്പം കുറച്ച് ഈ ഒരു ബൗളിലേക്ക് മാറ്റിയ പകുതി ബാക്കി വൈറ്റ് ആയിട്ട് നിൽക്കട്ടെ. അപ്പോൾ 2 കളറിൽ നമുക്ക് ഈ ഒരു ഐസ്ക്രീം തയ്യാറാക്കുകയും ചെയ്യാം. എന്നാലും ഒരു സ്ട്രോബെറിൻ്റെ ആ ഒരു ടേസ്റ്റിൽ ആ ഒരു ഫ്ലേവറിൽ നമുക്ക് ആവുകയും ചെയ്യും. അപ്പോൾ ഇതുപോലുള്ള എസൻസ് ഇപ്പോൾ കുറഞ്ഞ വില കൊടുത്താൽ തന്നെ പിസ്തൻ്റെ എസൻസ് ആയാലും സ്ട്രോബെറിൻ്റെ എസൻസ് ആയാലും അല്ലെങ്കിൽ മാംഗോ എസൻസ് എന്തിൻ്റെയൊക്കെ എസൻസ് ആയാലും നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളൊരു ജ്യൂസ് ഉണ്ടാക്കുകയാണ്, അതിൽ ഐസ്ക്രീം ഉണ്ടാക്കുകയാണ്, അതല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് സംഭവങ്ങൾ നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുക്കുമല്ലോ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു 2-3 ഫ്ലേവറിൽ ഇതുപോലുള്ള കുഞ്ഞു ബോട്ടിൽ നമ്മൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു തുള്ളിയൊക്കെ മതിയാവും നമുക്കിതൊക്കെ ഉണ്ടാക്കാൻ. ഇത്തിരി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇതുപോലെ വാങ്ങിക്കണമെങ്കിൽ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളെ കുട്ടികൾക്കും നമുക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പല ഫ്ലേവറിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് സെറ്റാക്കണത് ഇതുപോലൊരു പുഡിങ് ട്രേയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും സെറ്റ് ചെയ്തെടുക്കാം. നല്ല എളുപ്പമാണ് കേട്ടോ. അങ്ങനെ ഓരോ ലെയറായിട്ട് ആദ്യം ഒരു വൈറ്റ്, പിന്നെ ഇതുപോലൊരു റോസ്, പിന്നെ വൈറ്റ്, അങ്ങനെ അങ്ങനെ നമുക്ക് ലെയറാക്കിയിട്ട് ചെയ്തതിന് ശേഷം ലാസ്റ്റ് വൈറ്റ് വെച്ചിട്ട് ഇതാ സ്പൂൺ കൊണ്ട് ഇങ്ങനെ ലെവൽ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഇടയിൽ ഞാൻ കാട്ടി തന്നില്ല, ആ സ്പൂൺ കൊണ്ടൊന്ന് ഇങ്ങനെ കളച്ച് കൊടുക്കുക. അപ്പോൾ ഇത് ഇതാ. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. ഒരു 5-8 മണിക്കൂറൊന്ന് ഫ്രിഡ്ജിൽ നിന്നോട്ടെ. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ എന്താ പറയുക, ഒരു കൽത്തപ്പം പാർന്നീനി. അപ്പോൾ കൽത്തപ്പം പാർന്ന്, പക്ഷേ ഇത് ബീറ്റ് ചെയ്യലും പിന്നെ വീഡിയോ ഓണാക്കി വെച്ചിരിക്കണം. അപ്പോൾ ആ ഒരു ടൈമിൽ കൽത്തപ്പം നോക്കാൻ മറന്നുകണ്. നല്ലൊരു സ്മെല്ലിങ്ങനെ വരുന്നത് കേട്ട് അപ്പം വെന്ത മണം. അപ്പം ഞാൻ വേഗം ആ ഒരു ഐസ്ക്രീം ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ഇതൊന്ന് നോക്കിയതാണ്. അപ്പം അത്യാവശ്യം റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടാണ്, കൈ പൊള്ളുക, കൈ കണ്ടിയില്ല ചൂട് നല്ലോണം ചൂടുണ്ട് കേട്ടോ. അപ്പം ഇതിൻ്റെ അടിഭാഗമൊക്കെ ഞാൻ ഇത് ചൂടാറിയിട്ട് കാണിച്ചു തരുന്നുണ്ട്. കാണണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ കാണിച്ചു തരുള്ളൂ കേട്ടോ, ചിലപ്പോൾ ഞാൻ കാണിച്ചു തരൂല. ചിലപ്പോൾ നമുക്ക് തോന്നുമല്ലോ വീഡിയോ ലെങ്ത് ആയിക്കണ്, അപ്പം ഇനി വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരില്ല. ഏതായാലും എൻ്റെ അപ്പം കരിഞ്ഞു പോയിട്ടില്ല, ചെറിയൊരു ഇത് അടിഭാഗത്തിന് വന്നിക്കണ് തോന്നണേ. ഏതായാലും ഞങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഞാൻ 5-8 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടോ. അപ്പൊക്കെ നല്ലോണം ചൂടാറിക്കണ്, അതവിടെ നിൽക്കട്ടെ. ഇത് 5-8 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇതാ ഇതുപോലെയാണ് മക്കളെ നമ്മൾ ഐസ്ക്രീം. എന്ത് ക്രീമിയാണ് കേട്ടോ, ക്രീമി ടെക്സ്ചറാണ് കിട്ടിയത് അറിയോ.
നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയാലൊന്നും ഇത്രയും ക്രീമി ആയിട്ടുള്ള ഐസ്ക്രീം നമുക്ക് കിട്ടൂല. എന്നാലും നമ്മൾ വിചാരിച്ച ടേസ്റ്റ് ഇട്ട് കിട്ടൂല. ഇതാകുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ കഴിക്കുകയും ചെയ്യാം, നല്ല വലിയൊരു ചിലവൊന്നുമില്ലാതെ ഒരുപാട് ഉണ്ടാക്കുകയും ചെയ്യാം. ഒരു പാക്കറ്റ് വിപ്പിംഗ് ക്രീമൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ കുറേ, ഇതിപ്പോൾ ഒരു 3/4 കപ്പല്ലേ, അതിലൊരു 3-4 കപ്പ് ഉണ്ടാവുമല്ലോ വിപ്പിംഗ് ക്രീം. അപ്പോൾ എത്ര ഐസ്ക്രീം ഉണ്ടാക്കാം നമുക്ക്. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കേണ്ടി കേട്ടോ. അപ്പോൾ നമ്മളെ ഇത് ഇതാട്ടോ, എന്താണ് കലത്തപ്പം അടി കരിഞ്ഞൊന്നും പോയിട്ടില്ല. ചെറിയതായിട്ടൊരു കുക്കറിന് ഒരു ഇതുണ്ട്, എന്നാലും അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഈ ഐസ്ക്രീം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അസ്സലാമു അലൈക്കും.